അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. യശയ്യാപ്രവചനം 60-ാം അധ്യായം 2-ാമത്തെ വാക്യം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഈ തിങ്കളാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനമായി പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, ദൈവവചനം ചിന്തിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവാലോചന ഏറ്റെടുക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ ദൈവവചന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. നാം വായിച്ച വചനം ആമേൻ. യശയ്യാപ്രവചനം 60:2. അതെ, അന്ധകാരം ഭൂമിയെ മൂടുകയാ, കൂരിരുട്ട് ജാതികളെ മൂടുകയാ. പക്ഷെ നിന്റെ മേലോ നീ ഒരു വ്യത്യസ്തനായി മാറാൻ പോകുക, നീ ഒരു വ്യത്യസ്തമുള്ളവളായി മാറാൻ പോകുക. ഒറ്റ കാര്യമുള്ളൂ, ആ ദൈവിക പ്രകാശം നിന്റെ മേൽ വ്യാപരിക്കുക. ഇത് പറയുമ്പോൾ ചില ഇരുളുകൾ, ചില രോഗങ്ങൾ, രോഗബന്ധനകൾ, നിന്നെ മൂടിയ ചില പ്രതികൂലത്തിന്റെ ഇരുട്ടുകൾ അത് മാറിപ്പോകുക. ചില നാളുകൾ ഓർത്തു, കർത്താവേ, ഈ വിഷയത്തിനകത്തൊരു മറുപടി ഇല്ലേ? ഞാൻ ഇതോടെ അവസാനിക്കുമോ? എൻ്റെ പരാജയമാണോ? മുറിപ്പെടുത്തുന്ന ചില ചിന്തകളും ഓർമ്മകളും നിന്നെ വേട്ടയാടിയില്ലേ? അതിൻ്റെ നടുവിൽ ഇന്ന് പകല് ദൈവം പറയുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കപ്പെടുകയാ. നിന്നിൽ കിടക്കുന്ന അസ്തമിച്ചെന്ന് തോന്നിയ പലതിനെയും ആരംഭിപ്പിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഒരു സൂര്യൻ അസ്തമിക്കുന്നത് പോലെ പലപ്പോഴും പല പ്രശ്നങ്ങൾ നിന്നെ അസ്തമിപ്പിച്ച് കളയുവാൻ ശത്രു പദ്ധതി ഇടുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവവചനം പറയുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കപ്പെടുകയാ. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഒരു ദൈവിക തേജസ്. ഉടമാന ഹതുരി ഘടക ഘമന ഘടക ജനധരാധിക. ഇപ്പോൾ തന്നെ നിന്റെ മേലത് വ്യാപരിക്കുകയാ. ഏൽപ്പിച്ചു കൊടുക്കാം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന ആ ദൈവിക പ്രകാശം ഇന്ന് രാവിലെ, ആ തേജസ് ഇന്ന് രാവിലെ ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. എഴുന്നേൽപ്പിക്കുന്ന പ്രകാശം, എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് ഇന്ന് രാവിലെ ആ ദൈവിക തേജസ്സിനാൽ, ദൈവിക പ്രകാശത്താൽ നിറച്ചല്ലപ്പ. അങ്ങയുടെ നാമം ചൊല്ലി ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. നാളുകളായി വ്യക്തിപരമായി കരഞ്ഞ ചില വിഷയത്തിന്റെ മറുപടി എന്ന വണ്ണം ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ വെളിപ്പെടുന്നല്ലോ. അതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.